വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 7ാം ക്ലാസ്സിലെ ദ റെബൽ എന്ന ഇംഗ്ലീഷ് കവിതയാണ്. ഈ പോയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതിൻ്റെ ആമുഖമായി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ദ റെബൽ, ഡു യു നോ, നിങ്ങൾക്കറിയാമോ? എനിവൺ ഹൂ ഓൾവേസ് ഡിസഗ്രീസ് വിത്ത് യു, നിങ്ങളോട് എപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആരെയെങ്കിലും, നിങ്ങളോട് എപ്പോഴും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഓർ യുവർ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ? Or likes to do the opposite of what everyone thinks they should do. Or likes to do the opposite of what everyone thinks they should do. അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുവോ അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ, അങ്ങനെയുള്ളവരെ നിങ്ങൾക്കറിയാമോ? അവരെ നിങ്ങൾക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത്. തിങ്ക് ഓഫ് എ വേർഡ് ടു ഡിസ്ക്രൈബ് സച്ച് എ പേഴ്സൺ. അങ്ങനെയുള്ള ഒരാളെ ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെ വിവരിക്കുവാൻ ഉള്ള വാക്കിനെ പറ്റി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഡിസ്കസ് വിത്ത് യുവർ പാർട്ട്ണർ, നിങ്ങളുടെ പങ്കാളിയായിട്ട് അതിനെപ്പറ്റി ഒന്ന് ചർച്ച ചെയ്തേ. എന്താ ചർച്ച ചെയ്യേണ്ടത്? സം ഓഫ് ദ തിങ്സ് സച്ച് എ പേഴ്സൺ ജനറലി ഡസ്. അങ്ങനെയുള്ള റിബലായിട്ടുള്ള ഒരാളെ പൊതുവെ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ചർച്ച ചെയ്യേണ്ടത്, കേട്ടോ? അപ്പോൾ നമുക്ക് ഈ കവിതയിലേക്കൊന്ന് പോകാം. ദി റെബൽ, വെൻ എവരിബഡി ഹാസ് ഷോർട്ട് ഹെയർ, എല്ലാവർക്കും നീളം കുറഞ്ഞ മുടിയുള്ളപ്പോഴേ. ദി റെബൽ ലെറ്റ്സ് ഹിസ് ഹെയർ ഗ്രോ ലോങ്, റെബൽ എന്ത് ചെയ്യും? അയാളുടെ മുടി നീണ്ടു വളരാൻ അനുവദിക്കും. എല്ലാവരും മുടി നീളം കുറച്ച് വെട്ടി നിർത്തിക്കുമ്പോൾ റെബൽ തൻ്റെ മുടി നീട്ടി വളർത്താൻ ആഗ്രഹിക്കും. ഹി ലെറ്റ്സ് ഹിസ്, അല്ലെ അത് അനുവദിക്കും. അയാൾ തൻ്റെ മുടി നീണ്ടു വളരാൻ അനുവദിക്കും. വെൻ എവരിബഡി ഹാസ് ലോങ് ഹെയർ, എല്ലാവർക്കും നീളമുള്ള മുടിയാണെന്ന് വെച്ചു. ദെൻ ദ റെബൽ കട്ട്സ് ഹിസ് ഹെയർ ഷോർട്ട്. അപ്പോൾ റെബൽ എന്ത് ചെയ്യും? ഹി കട്ട്സ് ഹിസ് ഹെയർ ഷോർട്ട്, അയാൾ മുടി വെട്ടി ചെറുതാക്കും. വെൻ എവരിബഡി ടോക്സ് ഡ്യൂറിങ് ദ ലെസൻ്റെ സമയത്ത് എല്ലാവരും ഒക്കെ സംസാരിക്കുകയും ദ റെബൽ ഡസ് നോട്ട് സേ എ വേർഡ്, ആ സമയത്ത് റെബൽ ഒരു വാക്ക് പോലും മിണ്ടുകയില്ല. വെൻ നോബഡി ടോക്സ് ഡ്യൂറിങ് ദ ലെസൻ്റെ സമയത്ത് ആരും ഒന്നും മിണ്ടാതിരിക്കുന്ന സമയത്താണെങ്കിൽ റെബൽ ക്രിയേറ്റ്സ് എ ഡിസ്റ്റർബൻസ്. റെബലാണെങ്കിൽ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടൊരു തടസ്സം ഉണ്ടാക്കും. ഹീ ക്രിയേറ്റ്സ് എ ഡിസ്റ്റർബൻസ്, അയാൾ തടസ്സം ഉണ്ടാക്കും. വെൻ എവരിബഡി വെയേഴ്സ് എ യൂണിഫോം, എല്ലാവരും യൂണിഫോമൊക്കെ ഇടുന്ന അവസരത്തിൽ ദ റെബൽ ഡ്രസ്സസ് ഇൻ ഫാൻറ്റാസ്റ്റിക് ക്ലോത്ത്സ്, റെബലാണ് എന്ത് ചെയ്യും? നല്ല ഫാൻറ്റാസ്റ്റിക് ക്ലോത്ത്സൊക്കെ ഇട്ട് നല്ല അടിപൊളി വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരും. നല്ല തിളക്കമേറിയതും നല്ല പടങ്ങളുള്ളതും അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടുണ്ടെങ്കിൽ വരും. എല്ലാവരും അപ്പോൾ യൂണിഫോം ധരിച്ചിരിക്കുക. അപ്പോഴാണ് ഇയാൾ പോയി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര പടവും ഒക്കെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരും. വെൻ എവരിബഡി വെയേഴ്സ് ഫാൻറ്റാസ്റ്റിക് ക്ലോത്ത്സ്, എല്ലാവരും നല്ല ഫാൻറ്റാസ്റ്റിക് ക്ലോത്ത്സൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ റെബൽ ഡ്രസ്സസ് സോബർലി, റെബലാണെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഡ്രസ്സൊന്നും ധരിക്കില്ല. He dresses soberly. And in the company of dog lovers, നായ്ക്കളെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വരുമ്പോഴേ റെബൽ എക്സ്പ്രസസ് പ്രിഫറൻസ് ഫോർ ക്യാറ്റ്സ്. റെബൽ എന്ത് ചെയ്യും? ഹീ എക്സ്പ്രസസ് ദ പ്രിഫറൻസ് ഫോർ ക്യാറ്റ്സ്, പൂച്ചയോടായിരിക്കും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊരു എക്സ്പ്രഷനാണ് അയാൾ ഉണ്ടാക്കി തരിക. ഇൻ ദ കമ്പനി ഓഫ് ക്യാറ്റ്സ് ലവേഴ്സ്, ഇനി പൂച്ചകളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് വരുമ്പോഴേ റെബൽ പുട്ട്സ് ഇൻ എ ഗുഡ് വേർഡ് ഫോർ ഡോഗ്സ്. ഇപ്പോൾ ഡോഗ്സിനെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ അയാളങ്ങ് പറയും. വെൻ എവരിബഡി ഈസ് പ്രൈസിങ് ദ സൺ, എല്ലാവരും സൂര്യനെ പ്രശംസിക്കുമ്പോൾ ദ റെബൽ റിമാർക്സ് ഓൺ ദ നീഡ് ഫോർ റെയിൻ, മഴ വരേണ്ട ആവശ്യകതയെപ്പറ്റി ആയിരിക്കും അപ്പോൾ ഈ റെബൽ പറയുന്നത്. വെൻ എവരിബഡി ഈസ് ഗ്രീറ്റിംഗ് ദ റെയിൻ, എല്ലാവരും മഴയെ ഗ്രീറ്റ് ചെയ്യുമ്പോഴോ റെബൽ റിഗ്രറ്റ്സ് ദ ആബ്സെൻസ് ഓഫ് സൺ, റെബൽ പറയും ഓ സൂര്യനെ കാണുന്നില്ലല്ലോ എന്ന് പറയും. ഹി റിഗ്രറ്റ്സ് ദ ആബ്സെൻസ് ഓഫ് സൺ, സൂര്യപ്രകാശമൊന്നും ഇല്ലാത്ത അവസ്ഥയെപ്പറ്റി ഓർത്ത് അയാൾ
സോറോ കാണിക്കല്ല, ഡിസഗ്രീമെൻറ്റ് പ്രകടിപ്പിക്കും. വെൻ എവരിബഡി ഗോസ് ടു ദ മീറ്റിംഗ്, എല്ലാവരും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോഴേ റബൽ സ്റ്റേസ് അറ്റ് ഹോം ആൻഡ് റീഡ്സ് എ ബുക്ക്, അയാൾ വീട്ടിൽ നിന്ന് ഒരു ബുക്കങ്ങ് എടുത്ത് വായിച്ചേക്കും, മീറ്റിങ്ങിന് പോവുകയില്ല. വെൻ എവരിബഡി സ്റ്റേസ് അറ്റ് ഹോം, എല്ലാവരും വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, റീഡ്സ് എ ബുക്ക്, ഇതിൽ അവിടുത്തെ പുസ്തകമൊക്കെ വായിക്കുകയാണെങ്കിൽ ദെൻ റബൽ ഗോസ് ടു ദ മീറ്റിംഗ്, അങ്ങനെയുള്ളപ്പം ഇയാൾ ഇറങ്ങി മീറ്റിങ്ങിനൊക്കെ പോകും. വെൻ എവരിബഡി സെയ്സ് യെസ് പ്ലീസ്, എല്ലാവരും യെസ് പ്ലീസ് എന്ന് പറയുകയാണെങ്കിൽ റബൽ സെയ്സ് നോ താങ്ക് യു, അയാൾ പറയും വേണ്ട, നോ താങ്ക് യു എന്ന് പറയും. വെൻ എവരിബഡി സെയ്സ് നോ താങ്ക് യു, എല്ലാവരും നോ താങ്ക് യു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ, അങ്ങനെ പറയുകയാണെങ്കിൽ റബൽ സെയ്സ് യെസ് പ്ലീസ്, അവൻ പറയും, റബൽ എന്ന് പറയുന്നു യെസ് പ്ലീസ് എന്ന് പറയും. ഇറ്റ് ഈസ് വെരി ഗുഡ് ദാറ്റ് വി ഹാവ് റബൽസ്, നമുക്ക് ഇങ്ങനെയുള്ള റബൽസൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്. യു മേ നോട്ട് ഫൈൻഡ് ഇറ്റ് വെരി ഗുഡ് ടു ബി വൺ, എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്നത് അത്ര ശരിയല്ല, അത്ര നല്ലതല്ല. യു മേ നോട്ട് ഫൈൻഡ് ഇറ്റ് വെരി ഗുഡ് ടു ബി വൺ, എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ ചിന്തയോടെ പോകുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.